ശ്രീലക്ഷ്മി ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശനിമാറ്റം 2025 മാർച്ച് 29. കർമ്മത്തിൻ്റെയും ആയുസ്സിൻ്റെയും കാരകത്വം വഹിക്കുന്ന പാപഗ്രഹമായ ശനി തൻ്റെ മൂലത്രികോണ ക്ഷേത്രമായ കുംഭത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2025 മാർച്ച് 29 10:39 രാത്രി ഈ ശനി കുംഭത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ സംക്രമിക്കുന്നു. ശനി ഒരു രാശിയിൽ 2.5 വർഷക്കാലം നിൽക്കും. 12 രാശികളിൽ ഇടവം, തുലാം, മകരം എന്നീ 3 രാശിക്കാർക്ക് ഈ ശനിയുടെ മാറ്റം രാജയോഗം അനുഭവിക്കാൻ ഇടയാക്കുന്നു. കുറേ കാലമായി ദുരിതം അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ 3 രാശിക്കാർക്ക് രാജയോഗവും മറ്റു 2 രാശികളായ കർക്കിടകം, വൃശ്ചികം എന്നീ രാശിക്കാർക്ക് പകുതി നല്ല ഫലവും നൽകുന്നു. ജാതകത്തിൽ ശനി സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ഉച്ചക്ഷേത്രം എന്നീ രാശികളിൽ ഏതെങ്കിലും രാശിയിലാണുള്ളതെങ്കിൽ ദോഷഫലം കുറയുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. രാജയോഗം അനുഭവിക്കാൻ പോകുന്ന രാശികളായ ഇടവം, തുലാം, മകരം ഈ രാശികളുടെയും വൃശ്ചികം, കർക്കിടകം എന്നീ 2 രാശികളുടെയും മാറ്റത്തെയും അവയുടെ ഫലത്തെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇടവം കാർത്തിക മുക്കാലും, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രക്കാർക്ക് 9ഉം 10ഉം ഭാവാധിപനായ ശനി മീനരാശിയിൽ 11ൽ സംക്രമിക്കുന്നു. കർമ്മരംഗം പുഷ്ടിപ്പെടും. ബിസിനസ് വിപുലീകരിക്കാനും ആദായം വർദ്ധിപ്പിക്കാനും ഇടയുണ്ടാകും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ലോട്ടറി ഭാഗ്യമുണ്ടാകാനും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും എല്ലാം നല്ല സമയമാണ്. ആരോഗ്യം മെച്ചപ്പെടും. അപ്രതീക്ഷിത ധനം വന്നുചേരും. സന്താന ഭാഗ്യമുണ്ടാകും. ജോലിയിൽ പ്രമോഷനോ മറ്റു നല്ല ജോലിയോ ലഭ്യമാകുന്ന സമയമാണ്. അടുത്തതായി തുലാംകൂറ്. ചിത്തിര, അര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രക്കാരടങ്ങുന്ന തുലാക്കൂറുകാർക്ക് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾ മാറി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. 4ഉം 5ഉം ഭാവാധിപനായ ശനി ഇനി മീനരാശിയിൽ 6ാം ഭാവത്തിൽ സംക്രമിക്കും. പുതിയ വീട് വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ പുതിയ സ്ഥാപനം തുടങ്ങുകയോ എന്നീ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ ഭാഗ്യമുണ്ടാകും. ധനം പല വിധത്തിലും വന്നുകൊണ്ടിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉന്നതി, പ്രമോഷനോടു കൂടിയ സ്ഥലം മാറ്റം, വിദേശ ജോലി എന്നിങ്ങനെ നല്ല ഫലങ്ങൾ ലഭ്യമാകും. ദാമ്പത്യസുഖം, കുടുംബത്തിൽ സന്തോഷം എന്നിവയും വാഹനഭാഗ്യമോ അല്ലെങ്കിൽ പുതിയ വാഹനം മാറി വാങ്ങാനോ സാധിക്കും. അവിവാഹിതരുടെ വിവാഹം നടക്കാനും പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ ഒന്നിക്കാനും ഈ കാലയളവിൽ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. എല്ലാവിധ ഗുണഫലങ്ങളും ലഭ്യമാകുന്ന സമയമാണ് തുലാംകൂറുകാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്തതായി മകരം. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്രക്കാരടങ്ങുന്ന മകരം രാശിക്കാർക്ക് 1ഉം 2ഉം ഭാവാധിപനായ ശനി 3ൽ സഞ്ചരിക്കാൻ പോകുന്നു. 7.5 കൊല്ലമായി കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് ഇനി 2.5 കൊല്ലം രാജയോഗം അനുഭവിക്കാൻ സാധ്യമാകുന്ന കാലമാണ്. ഇവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ബിസിനസ് വിപുലീകരിക്കുവാനും കേസു വഴക്കുകൾക്ക് തീരുമാനം ആക്കുവാനും ഈ കാലയളവിൽ സാധിക്കും. കുടുംബത്തിൽ വസ്തുതർക്കം മാറി അത് ലഭ്യമാകും. അവിവാഹിതർക്ക് അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും ബഹുമതികളും ലഭ്യമാകും. കടം കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടും.
വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ സാധിക്കും. എല്ലാ രീതിയിലും മകരക്കൂറുകാർക്ക് ഗുണം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ്. അടുത്തത് ശനിമാറ്റം ചെറിയ തോതിൽ ഗുണഫലങ്ങൾ നൽകുന്ന 2 രാശിക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി കർക്കിടകം രാശി. പുണർദം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് അവരുടെ 7ഉം 8ഉം ഭാവാധിപനായ ശനി ഇനി 9ൽ സഞ്ചരിക്കാൻ പോകുന്നു. അഷ്ടമരാശിയുടെ ദോഷം മാറും. പൂർവിക സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും പണം ലഭ്യമാകും. ആരോഗ്യം പുഷ്ടിപ്പെടും. വീട് മോടി പിടിപ്പിക്കുവാനും പുതിയ സംരംഭം തുടങ്ങുവാനും നല്ല സമയമാണ്. വിദ്യാർത്ഥികൾ നല്ല വിജയം കൈവരിക്കും. കടബാധ്യതകൾ തീരും. പൊതുവെ സമ്മിശ്ര ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി വൃശ്ചികം രാശി. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുടെ 3ഉം 4ഉം ഭാവാധിപനായ ശനി ഇനി മനസ്ഥാനമായ 5ൽ പ്രവേശിക്കും. എന്ത് കാര്യം വിചാരിച്ചാലും അത് നടക്കുന്ന ഒരു സമയമാണ്. കർമ്മ തടസ്സം മാറും. പിതൃസ്വത്ത് ലഭ്യമാകും. വീടുപണി, വിവാഹം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറി നല്ല പുരോഗതി കാണുവാൻ സാധിക്കും. സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് അഭിമാനിക്കുവാൻ കഴിയും. കുടുംബത്തിൽ സമാധാനം വരുന്നൊരു കാലം കൂടിയാണ്. പൊതുവെ നല്ല ഫലങ്ങൾ വരുന്നൊരു സമയമാണ്. ഈ 5 രാശിക്കാരുടെ ശനിമാറ്റം കൊണ്ട് അവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുവാൻ രാശിനാഥനെ പ്രാർത്ഥിക്കുകയും ശനീശ്വരനെ എള്ളുപായസം നിവേദിക്കുകയും ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുകയും ചെയ്യണം. കൂടാതെ ശനീശ്വര സ്തോത്രം ജപിക്കുകയും ചെയ്യണം. മറ്റ് രാശിക്കാരുടെ ശനിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.